അങ്ങനെ ഉമ്മ വിളിച്ച ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഉസ്താദ് വന്നു. ഉസ്താദ് മീൻസ് മുസ്ലിംസിലെ എക്സോസ്റ്റൻ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അതാണ്. ഉസ്താദ് വന്നിട്ട് ഇവരോട് പുറത്ത് നിൽക്കാൻ പറയും. എന്നിട്ട് അയാൾ ഈ ഫിദ നിൽക്കുന്ന റൂമിന്റെ ഡോറിന്റെ മുന്നിൽ ചെന്നിട്ട് എന്തെല്ലാം ഇങ്ങനെ ചൊല്ലും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് ഉമ്മാനോട് പറയും ആ കുട്ടീന്റെ ശരീരത്തിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട്, അതായത് പൊസസ്ഡ് ആണ് എന്നുള്ളത് പറയും. ഇത്രയും വയലന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ആ ബോഡി ഫുള്ളി അതിന്റെ കൺട്രോളിലായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. നിങ്ങളെ ഫാമിലിയിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ വിളിച്ചോളി, അതുപോലെ തന്നെ ഈ നെയ്ബേഴ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചോളി എന്നുള്ളത് പറയും. അങ്ങനെ ഉമ്മ എല്ലാവരെയും വിളിച്ച് പറയും. ഒരു 1 അവറിനുള്ളിൽ തന്നെ ഉമ്മാന്റെ പാരന്റ്സ്, അവരുടെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാരും പിന്നെ ഈ അടുത്തുള്ള 3-4 വീട്ടിലെ ആൾക്കാരും എല്ലാവരും വീട്ടിലേക്ക് വരും. ആ ടൈമിൽ ഉസ്താദ് ഇവരുടെ നെയ്ബേഴ്സിൽ ഒരാളെ വിളിച്ചിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കും. ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞാണ്ട് അയാൾ അതിനായിട്ട് പറഞ്ഞേക്കും. അപ്പോഴൊക്കെ വീട്ടിലെല്ലാവരും വന്നിട്ട് ഇതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കാരം. പെട്ടെന്ന് എന്തോ ചില്ല് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ ഫിദ നിൽക്കുന്ന റൂം ഉണ്ടല്ലോ, അതിന്റെ ജനലിന്റെ ചില്ലെല്ലാം ഇവൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇവൾ കൈ പുറത്തേക്ക് ഇടും. കയ്യിലാണെങ്കിൽ മുഴുവൻ ബ്ലഡ് ആക്കാരം. അത് കണ്ടത് ഫിദന്റെ ഉമ്മ അപ്പൊ തന്നെ തലമിന്നി വീയും. അവിടെ ഉള്ളവരെല്ലാരും കൂടി ഉമ്മാനെ പിടിച്ചിട്ട് സിറ്റ് ഔട്ട് കിടത്തും. ആ ടൈമിലൊക്കെ ഇവൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അലറുന്ന സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് ഈ ജനലിന്റെ ചില്ലിന്റെ അവിടെ വന്നിട്ട് എല്ലാരും ഇങ്ങനെ നോക്കും. പിന്നെ റൂമിന്റെ ഒരു സൈഡിൽ, അതായത് ഈ ഡോറിന്റെ ബാക്ക് സൈഡിൽ പോയിരുന്നാണ് ഇങ്ങനെ ആർത്ത് വിളിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവുക. ആ ടൈമിലൊക്കെ ചുറ്റും കൂടിയവർക്ക് ഇങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയ മാതിരി ഇങ്ങനെ നിൽക്കായിരിക്കും. കാരണം വന്ന ടൈമിൽ ഈ ഉമ്മയും അതുപോലെ ഉസ്താദൊക്കെ പറയുമ്പോൾ ഇവർ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഈ ചേട്ടൻ സാധനങ്ങൾ കൊണ്ടുവരും. ഉസ്താദ് പറയും ഈ ഉമ്മാടെ ഉപ്പാനോടും ഈ ചേട്ടനോടും കൂടെ കയറാൻ പറയും. ബാക്കി നിങ്ങൾ ആരും ഉള്ളിലേക്ക് കയറണമെന്നില്ല, നിങ്ങൾക്ക് ഇതൊന്നും കണ്ടാൽ കഴിഞ്ഞോളന്നില്ല എന്ന് പറയും. എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ചെയ്യണ കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അത് ഓളെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് ചെയ്യണത്, ഓളല്ല ചെയ്യണത്, നിങ്ങൾ അതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഖുറാനിലെ തന്നെ കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണ വരെ ഇവിടെ ഉള്ളവരൊക്കെ ഇത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞാണ്ട് ഇത്രയും പറഞ്ഞാണ്ട് ഉസ്താദ് ഡോർ അടിച്ചാണ്ട് ഉള്ളിലേക്ക് പോകുവേ. പിന്നെ കുറെ നേരം പുറത്തേക്ക് ഇവളുടെ അലർച്ചയും അലറിച്ചിരിക്കുന്നതും ഒക്കെ കാരണം പുറത്തേക്ക് കേൾക്കുന്നുണ്ടാവുക. കുറച്ച് കഴിഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ ഓരോന്ന് ചൊല്ലണത് ഇവളോട് ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണൊക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ടാവും. ആദ്യം ഇവൾ അലറി ഇവരെ റെസിസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഇങ്ങനെ പുറത്തേക്ക് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവൾ ചെറിയ സൗണ്ടിൽ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നത് മാത്രമാണ് കേൾക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു 1 അവറിന് ശേഷം ഉസ്താദ് പുറത്തേക്ക് വന്നിട്ട് ഉമ്മാനോട് പറയും ഇനി കുഴപ്പമൊന്നുമില്ല, ഓളെ മേത്തൊരു സംഭവം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെങ്കിലും ആള് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഓളയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിക്കോളിയും. കൈ മുറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലോണം ബ്ലഡ് പുറത്തേക്ക് പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഓളയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാണ്ട് ഉസ്താദ് അവിടുന്ന് പോകും. അങ്ങനെ ഇവര് റൂമിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇവള് ക്ഷീണിച്ച് ബോധം പോയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. റൂമിൽ മൊത്തം ഇവള് ഛർദ്ദിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാരും കൂടി ഒരു ഷീൽ എടുത്തിട്ട് ഇവളെ കൈയൊക്കെ കിട്ടിയിട്ട് ഇവളെയും കൂട്ടി അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകും.